നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. നമ്മളെല്ലാവരും പുറത്തു പോകുന്ന സമയത്ത്, ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത്, ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെരുപ്പല്ലേ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയൂ, നമ്മുടെ മുട്ടിലെ വേദന, നടുവില് വേദന, കണങ്കാലിന്റെ ഭാഗത്ത് വേദന, പ്ലാന്റർ ഫെസൈറ്റീസ് പോലെയുള്ള കാര്യങ്ങള്, ചില സമയങ്ങളിൽ ഡിസ്ക് ബൾജ് പോലെയുള്ള പ്രശ്നങ്ങൾ വരെ നമ്മൾ തെറ്റായിട്ട് ധരിക്കുന്ന നമ്മുടെ ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ പല ആളുകളും വിചാരിക്കും ചെരുപ്പ് ധരിച്ചാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. നമ്മുടെ ശരീരത്തിന്റെ ഫുൾ ഭാരം ഉണ്ടല്ലോ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കാലുകളിലേക്കാണ്. അപ്പൊ ഈ ഒരു കാലുകളിലേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദം പതുക്കെ പതുക്കെ ഒരു വേദനയായിട്ട് മാറുകയും ആ ഒരു വേദന പതുക്കെ പതുക്കെ മുകളിലേക്ക് പോകും. ആദ്യം നമ്മുടെ കണങ്കാലിന്റെ ഭാഗത്ത് വേദന ഉണ്ടാക്കും, പതുക്കെ അത് മുട്ടിന്റെ ഭാഗത്തേക്ക് വേദന പോകും. പിന്നെ അത് ചില സമയത്ത് നമ്മുടെ ബാക്ക് പെയിൻ, ചില സമയത്ത് നമുക്ക് ഡിസ്ക് ബൾജ് പോലെയുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്തരത്തില് കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് തെറ്റുകള്, ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ നിങ്ങൾ ചെരുപ്പ് വാങ്ങാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയും, ഈവൻ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, ഫ്ലാറ്റ് ഫുഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ചെരുപ്പ് എടുക്കുന്ന സമയത്തും കൂടി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് ആണ് തേഞ്ഞിട്ടുള്ള ചെരുപ്പിട്ട് നടക്കുക. പല ആളുകളും ഇവിടെ ചെരുപ്പ് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ, കുറച്ച് തേയില് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് തേഞ്ഞ ചെരുപ്പിട്ടിട്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ചെരുപ്പിന്റെ ഏത് ഭാഗമാണ് കൂടുതൽ തേഞ്ഞു വരിക. നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം അതുപോലെ തന്നെ വിരലിന്റെ ഭാഗത്തൊക്കെയാണ് കുറച്ച് തേഞ്ഞു വരിക. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഒരു തേഞ്ഞ ചെരുപ്പിൽ നമ്മൾ കാലിടുന്ന സമയത്ത് ഈ നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഒന്ന് കുഴിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ കാലിന്റെ പൊസിഷനും അവിടെ ചേഞ്ച് ആവാണ് ചെയ്യുന്നത്. ഈ ഒരു ചെരുപ്പ് നിങ്ങൾ കുറേ നാളുകൾ മാസങ്ങളോളം ഉപയോഗിച്ച് വരുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ പൊസിഷൻ പതുക്കെ ചേഞ്ച് ആവാനും, ഇത് നമ്മുടെ മുട്ടിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, മുട്ടിന്റെ രണ്ട് സൈഡിലേക്ക് ചെറിയൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും പതുക്കെ പതുക്കെ അത് മുട്ടുവേദനയിലേക്കും, ഈ ഒരു വേദന പതുക്കെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഭാഗത്ത് ബാക്ക് പെയിൻ ഉണ്ടാക്കാനും വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ചെരുപ്പാണ് റബ്ബറിന്റെ സ്ലിപ്പേഴ്സ് അല്ലേ. ഈവൻ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പൊ പല ആളുകളും യൂസ് ചെയ്യാറുണ്ട് വീട്ടിലിട്ട് നടക്കാനായിട്ട്. ഈ ഒരു ചെരുപ്പിന്റെ പ്രത്യേകത എന്താ? നല്ല കട്ടിയാണ്. നമ്മുടെ കാലിന്റെ ആർച്ചിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കുഷൻ ഇല്ലാത്തൊരു ചെരുപ്പാണ്. കുഷൻ ഇല്ല, നല്ലൊരു ഹാർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ചെരുപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദീർഘകാലം ഇട്ട് നടക്കുമ്പോൾ എന്താ ഉണ്ടാകുക? നമ്മുടെ കാലിന്റെ പാദത്തിന് ഒരു സ്ട്രെയിൻ വരികയാണ് ചെയ്യുക. കാരണം നമ്മൾ ഭയങ്കര സ്ട്രെയിൻ കൊടുത്തിട്ടായിരിക്കും നടക്കുക. ഈ ഒരു ചെരുപ്പിൽ കുറെ നാളിട്ട് നടക്കുന്നവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് ഈ പ്ലാന്റർ ഫെസൈറ്റീസ്, ഉപ്പുറ്റിയുടെ മസിൽസ് ഉണ്ടല്ലോ, ഉപ്പുറ്റിയുടെ ഭാഗത്തിന്റെ അവിടെ നല്ലൊരു വേദന പതുക്കെ പതുക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ഈ ഒരു പ്രഷർ പതുക്കെ പതുക്കെ നമ്മുടെ കാലിന്റെ അടിയിലത്തെ മസിൽസിൽ ചെറിയൊരു നീർക്കെട്ട് ഉണ്ടാക്കാനും അത് പതുക്കെ പതുക്കെ വേദനയിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഉപ്പുറ്റി വേദന, പ്ലാന്റർ ഫെസൈറ്റീസ്, കാലിന്റെ പാദത്തിൽ നല്ലൊരു നീര് വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഇനി അടുത്തതാണ് അൺഷേപ്പ് ആയിട്ടുള്ള ഷൂസ് ധരിക്കുക. ഇപ്പൊ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് ധരിക്കുക, അല്ലെങ്കിൽ പലരും പ്രിഫർ ചെയ്യുന്നത് ഷൂസ് പോലെയുള്ള കാര്യങ്ങളാണല്ലേ. പക്ഷെ ചിലവരുടെ ഷൂസ് നോക്കിയാൽ അറിയാൻ പറ്റും വല്ലാതെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുക. കൂടുതലും നമ്മുടെ വിരലിന്റെ ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ഇവിടെ ചെറിയ ചെറിയ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ ടൈറ്റ് ആകുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷനിൽ ഒരു ബ്ലോക്കേജ് വരാനും, ഇത് പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണീരുടെ ഭാഗത്ത് ചെറിയൊരു നീര് വരിക, കാലിന്റെ കാഫ് മസിൽസിന്റെ ഭാഗത്ത് ചെറിയൊരു നീര് വരിക, അല്ലെങ്കിൽ ഈ കണ്ണീര് ഉപ്പുറ്റിയുടെ ഭാഗത്ത് ചെറിയൊരു മസിൽസിന് സ്റ്റിഫ്നെസ് പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇത്തരത്തിൽ നിങ്ങൾ അൺഷേപ്പ് ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ. അടുത്തൊരു കാറ്റഗറിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാറ്റഗറി, ഹൈ ഹീൽസ്. ഹൈ ഹീൽസ് ഇടുന്ന സമയത്ത് എന്താ ഉണ്ടാകുക? നമ്മുടെ ശരീരത്തിന്റെ ഫുൾ ഭാരം നമ്മുടെ ഈ പാദത്തിന്റെ ഭാഗത്തേക്കാണ് പോവുക. ഉപ്പൂറ്റി ഇങ്ങനെ പൊന്തി നിൽക്കും, നമ്മുടെ ഈ പാദത്തിന്റെ ഭാഗത്തേക്ക് ഫുൾ ലോഡ് പോകും. ഇത്തരത്തിലേക്ക് ലോഡ് പോകുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ മണിക്കൂറുകളും ഇട്ട് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നാലെ പിന്നാലെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. ഒന്നാമത്തെ ഒരു കാര്യമാണ് പ്രഷർ നന്നായിട്ട് കൂടിയതിനു ശേഷം നമ്മുടെ മുട്ടിൽ നന്നായിട്ട് വേദന, നടുവിന്റെ ഭാഗത്ത് വേദന, സ്കൈറ്റിക്ക പോലെയുള്ള കാര്യങ്ങൾ, സ്പോണ്ടിലോസിസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒക്കേഷണലി നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതും കുറച്ച് സമയത്തേക്ക്. മണിക്കൂറോളം യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓൾറെഡി ആ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ
അതും നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറൊരു തെറ്റും പല ആളുകൾ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതായത് പഴകിയിട്ടുള്ള ചെരുപ്പിട്ട് നടക്കുക. പഴകിയിട്ടുള്ള ചെരുപ്പിൽ മെയിൻ ആയിട്ട് സ്ലിപ്പേഴ്സ് പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ സ്ലിപ്പേഴ്സിന്റെ ബാറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ലൂസ് ആയിട്ട് നിൽക്കില്ലേ? ഇത്തരത്തിലുള്ള ചെരുപ്പിട്ട് നടക്കുമ്പോൾ നമ്മുടെ കാലിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലേ കിട്ടുന്നത്. കാരണം ബാറൊക്കെ നന്നായിട്ട് ലൂസ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ കാലാണ് ചെരുപ്പിന്റെ സപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ. അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ നടക്കുന്നതിലൂടെ നമ്മുടെ കാലിനും മസിൽസിനും ഒക്കെ നല്ലൊരു പ്രഷർ കിട്ടാനും ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നിങ്ങൾക്ക് കാലിന്റെ പാദത്തിലൊക്കെ വേദന ഉള്ളവരാണ്, പ്ലാന്റർ ഫെസൈറ്റിസ് ഒക്കെ ഉള്ളവരൊക്കെയാണ്, കാൽക്കനസ്പോർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു വേദന നിങ്ങൾക്ക് കൂട്ടും. അപ്പൊ ഈ ഒരു തെറ്റ് ചെയ്യരുത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസിലുള്ള ചെരുപ്പ് മാത്രം ഇട്ട് നടക്കാനായിട്ട് നോക്കുക. ഇത്തരത്തിൽ ലൂസ് ആയിട്ട് തേഞ്ഞിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചെരുപ്പ് എങ്ങനെ ശരിയായിട്ട് സെലക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ ഏത് ചെരുപ്പ് വാങ്ങുകയാണെങ്കിലും നമ്മുടെ കാലിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റ് ആണോ നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ചെരുപ്പ് വാങ്ങാനായിട്ട് നോക്കുക. കാരണം പല സമയത്തും നമ്മൾ കടയിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, ചെരുപ്പ് കുറച്ച് ടൈറ്റ് ആയി, ഷൂസ് കുറച്ച് ടൈറ്റ് ആയി നമ്മളോട് കടക്കാർ പറയും 2-3 ദിവസം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല എടുത്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും ചെയ്യും. പക്ഷെ ആ ഒരു തെറ്റ് ഇനി ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് ആയിട്ടുള്ള സൈസിന് മാത്രം നിങ്ങൾ ചെരുപ്പ് വാങ്ങാനായിട്ട് നോക്കുക. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെരുപ്പ് എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ വളച്ചു നോക്കുക. വളയ്ക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് വളയുന്നുണ്ട്, അതായത് ഫുള്ളായിട്ട് ഇങ്ങനെ വളയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചെരുപ്പ് എടുക്കരുത്. കാരണം അത് നമ്മുടെ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യില്ല. ആർച്ചിനെ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിന്റെ അടിയിലൊക്കെ നന്നായിട്ട് ഒരു സ്ട്രെയിൻ വരാനും കാലുകൾക്ക് വേദന ഉണ്ടാക്കാനും ചാൻസസ് ഉണ്ടാകും. അതുകൊണ്ട് ഫുള്ളായിട്ട് വളയുന്ന ചെരുപ്പ് ഒരിക്കലും വാങ്ങരുത്. ഒരു മുക്കാൽ ഭാഗം, ഒരു അരഭാഗമൊക്കെ നന്നായിട്ട് വളഞ്ഞു വരുന്നുണ്ട്, ഒരു മുക്കാൽ ഭാഗമൊക്കെ വളയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. ഒന്നാമത്തെ കാര്യമാണത്. ഇനി രണ്ടാമതായിട്ട്, ഇപ്പൊ നമ്മൾ ഷൂസ് ഒക്കെ വാങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഷൂസ് നിങ്ങൾ എടുക്കുക. ഷൂസ് എടുത്തതിന് ശേഷം നിങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇടുക. താഴത്തേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു ഷൂ നിലത്ത് വീണിട്ട് കുറച്ച് അടുത്തുള്ള സൈസിലാണ് വീണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു ഷൂ നിലത്ത് വീണിട്ട് തെറിച്ച് വേറെ സ്ഥലത്ത് പോയി കിടക്കുകയാണെങ്കിൽ ആ ഒരു ഷൂ ഒരിക്കലും എടുക്കരുത് കേട്ടോ. കാരണം അതിന്റെ കുഷൻ നല്ലതല്ല, നമ്മുടെ കാലിന് അധികം സപ്പോർട്ടും കൊടുക്കില്ല, വേദന ഉണ്ടാക്കും. അപ്പോൾ നിലത്ത് വീണിട്ട് കുറച്ചടുത്ത് പോയിട്ട് കിടക്കുന്ന ഷൂസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഷൂസ് കുഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഷൻ തന്നെയായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, ഷൂസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ടിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക, കുറച്ച് സോഫ്റ്റ് ആണോ എന്നും കൂടി നോക്കുക. അതുപോലെ ഉള്ളില് ജസ്റ്റ് ഒന്ന് കൈയിന്റെ വിരലിട്ടിട്ടും കൂടി ഒന്ന് കുത്തി നോക്കുക. അതിന്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണ്, കുഷൻ പെർഫെക്റ്റ് ആണോ എന്നും കുത്തി കൂടി അങ്ങനെ നോക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഷൂസ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ചെരുപ്പിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങളുടെ വിരലുകൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കാനും കൂടി നോക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. ജസ്റ്റ് വിരലുകൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കുക, കുറച്ചൊന്ന് മൂവ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നും കൂടി നോക്കുക. അതുപോലെ കാലിന്റെ വിരലുകൾ ജസ്റ്റ് മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഷൂസ് ഒക്കെ ആണെങ്കിൽ എടുക്കരുത്. കാരണം അത് നിങ്ങളുടെ കണ്ണിന്റെ ഭാഗത്തൊക്കെ നീര് വരാനുള്ള ചാൻസസ് ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഷൂസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഡയബറ്റിക് പേഷ്യൻസ്, ഇപ്പൊ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഏത് ചെരുപ്പ് എടുക്കുകയാണെങ്കിലും, ഈവൻ ഷൂസ് ആണെങ്കിലും മറ്റു ചെരുപ്പുകളാണെങ്കിലും ഉള്ളിലേക്ക് ഒന്ന് കൈയിട്ട് നോക്കുക. കൈയിട്ടിട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും മൂർച്ചയുള്ള ഭാഗങ്ങൾ എവിടെയെങ്കിലും, ഇപ്പൊ ഏതെങ്കിലും ചെറിയൊരു ഭാഗമൊക്കെ മൂർച്ചയായിട്ട് ഇരിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഷൂസിലാണെങ്കിലും ചെരുപ്പിലാണെങ്കിലും. അപ്പൊ അങ്ങനെ നോക്കി എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടോ എന്ന്. കാരണം ഡയബറ്റിക് പേഷ്യൻസിന് മുറിവ് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അൾസർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ചെരുപ്പെടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൈയൊക്കെ ഇട്ടിട്ട് എങ്ങനെ എന്തെങ്കിലും മൂർത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാനും കൂടി നിങ്ങൾ നോക്കുക. പിന്നെ ഇനി ഫ്ലാറ്റ് ഫുട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആർച്ചിന് സപ്പോർട്ട് കൊടുക്കുന്ന ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാനും കൂടി നോക്കുക. ആർച്ച് സപ്പോർട്ട് ഒക്കെ വെക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് അങ്ങനത്തെ ചെരുപ്പുകൾ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഇനി ബെസ്റ്റ് ആയിട്ടുള്ള സമയം ഏതാണെന്ന് അറിയോ ചെരുപ്പ് എടുക്കേണ്ടത്? ഒരിക്കലും നിങ്ങൾ രാവിലെ തന്നെ പോയിട്ട് ചെരുപ്പ് എടുക്കാതിരിക്കുക. ഒരു ഈവനിങ് ടൈമാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം. ഇപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തേക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പുറത്തേക്കൊക്കെ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ചെരുപ്പ് എടുക്കാനായിട്ട് പോവുക. കാരണം ആ ഒരു സമയം കൊണ്ട് നമ്മൾ നടന്ന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാലിൽ കുറച്ച് നീര് വരും. ആ നീരോട് കൂടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നോക്കുകയാണെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾ പോയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം. അപ്പൊ അമിത വണ്ണമുള്ള ആളുകൾ, മുതിർന്ന ആളുകൾ, കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ കാലുകളുടെ സൈസിനനുസരിച്ചുള്ള ചെരുപ്പുകൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം കുറെ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ മുട്ടില് വേദന, നടുവില് വേദനയൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ചെരുപ്പ് മൂലം ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ചെരുപ്പൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ചെറിയൊരു അറിവാണ്. ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.